ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എക്സാമൊക്കെ എല്ലാവർക്കും എങ്ങനെ ഉണ്ടായിരുന്നു? എനിക്ക് ഇന്നലെ ആയിരുന്നു എക്സാം. അത്യാവശ്യം കുഴപ്പമില്ലാന്ന് തോന്നി കേട്ടോ. എന്നാലും ബാക്കിയുള്ള യൂട്യൂബ് ചാനൽസും ആൾക്കാരുടെയൊക്കെ നോക്കുമ്പോൾ ബാക്കിയുള്ള സ്റ്റേജസിനെക്കാട്ടി ടഫായിരുന്നു എന്നൊരു വിഭാഗം പറയുന്നുണ്ട്, ബാക്കിയുള്ളവർ കുഴപ്പമില്ലായിരുന്നു എന്നും പറയുന്നുണ്ട്. എനിക്ക് വലിയ കുഴപ്പമുള്ളൊരു പേപ്പറായിട്ട് എനിക്ക് തോന്നിയില്ല, എന്നാലും ഒരു ചെറുതായിട്ടൊരു ടഫുള്ളതായിട്ടും എനിക്ക് തോന്നി. അപ്പോൾ എനിക്കൊരു 70+ സ്കോർ ചെയ്യാനായിട്ട് എനിക്ക് പറ്റിയിട്ടുണ്ട്. പക്ഷെ അത് മതിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല, കാരണം ഞാൻ ഈ ഒരു എക്സാമിന് ഞാനങ്ങനെ ഫോക്കസ് ചെയ്ത് പഠിച്ചിട്ടില്ല. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ LDCയുടെ സ്റ്റോറിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കറക്റ്റായിട്ട് ഇരുന്ന് പഠിച്ചിരുന്നതാണെങ്കിൽ ഇത് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാമായിരുന്നു. പക്ഷേ ഞാനത് അങ്ങനെ കാര്യമായിട്ട് പഠിക്കാത്തത് കൊണ്ട് ഒരു 70+ കിട്ടും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ കാര്യമായിട്ട് നോക്കിയിട്ടില്ലായിരുന്നില്ല. അപ്പോൾ എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാന്ന് തോന്നി. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ജസ്റ്റ് ഒന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ പേപ്പർ. എനിക്ക് കോഡ് B ആയിരുന്നു. അപ്പോൾ എന്ത് ഭാഗ്യമെന്ന് അറിയില്ല, ഇപ്രാവശ്യം വീട്ടിൻ്റെ 2 കിലോമീറ്റർ അപ്പുറത്തുള്ള സ്കൂളിലായിരുന്നു എക്സാം. ഇല്ലയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും കിട്ടുക. അപ്പോൾ അതുകൊണ്ട് ഇപ്രാവശ്യം വലിയ കുഴപ്പം തോന്നിയില്ല. അപ്പോൾ ഫസ്റ്റത്തേക്ക് വന്നിരിക്കുന്നത് ഈ നവോത്ഥാനം ചോദിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ കറണ്ട് അഫെയർ കാര്യങ്ങളൊക്കെ ആയിരുന്നു ആദ്യത്തെ എന്ന് പറയുന്നത്. ചില ചോദ്യങ്ങൾ ഭയങ്കര ഡിഫറെൻ്റ് തന്നെ ആയിരുന്നു കേട്ടോ, അത് ഞാൻ സമ്മതിക്കാതെ വയ്യ. കുറച്ച് ഡിഫറെൻറ്റും കാര്യങ്ങൾ തന്നെയായിരുന്നു ചില ക്വസ്റ്റ്യൻസൊക്കെ എന്നൊക്കെ പറയുന്നത്. പിന്നീട് എനിക്ക് പേഴ്സണലി തോന്നിയൊരു കാര്യം, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ കുറച്ച് കടുപ്പിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നി. അതായത് ഒരുപാടല്ല, എന്നാലും ഒരു 10th പ്രിലിംസിന് ചോദിക്കേണ്ട ആ ഒരു ഇതിലാണോ കോൺസ്റ്റിറ്റ്യൂഷൻ ചോദിച്ചിരിക്കുന്നതെന്ന് എനിക്കൊരു ഡൗട്ട് വന്നു. കാരണം കൂടുതലും സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ ആർട്ടിക്കിൾസൊക്കെ ഒരുപാട് ചോദിച്ചിട്ടുണ്ട്. അതും അങ്ങനെ വലിയ കണ്ടുപരിചയമുള്ള ആർട്ടിക്കിൾസ് അല്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ കുറച്ചൊന്ന് കടുപ്പിച്ചു. അതായത് 10th പ്രിലിംസിന് പറ്റിയതല്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ബാക്കിയുള്ളതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസൊക്കെ തന്നെയാണ്, അല്ലാതെ വലിയ മാറ്റവും കാര്യങ്ങളൊന്നുമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മറിച്ചൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് നമ്മളുടെ കോത്താരി കമ്മീഷൻ്റെ അത് ചോദിച്ചിട്ടുണ്ട്. പിന്നെ നമ്മളുടെ സിന്ധു നദിയുടെ കാർഷിക മേഖല ആ സംഭവങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. പിന്നെ ബാക്കി ഇതൊന്നും അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു കേട്ടോ. ഇതൊക്കെ അത്യാവശ്യം നമുക്ക് വായിച്ചു കഴിഞ്ഞാൽ തന്നെ ഒരു PSCയെ കുറിച്ച് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു നോളജ് ഉള്ള ഒരാൾക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസൊക്കെ തന്നെയായിരുന്നു പിന്നീടുള്ളത്. കുറേയൊക്കെ നമ്മളുടെ ഈ അറിയാലോ, നിസ്സഹകരണ സമരം നിർത്തിവെക്കാനുള്ള കാരണം ഇന്ത്യൻ പ്രസിഡൻ്റായ ഫക്രുദ്ദീൻ അലിമെന്ന് മരിച്ച സമയത്ത് ആരായിരുന്നു, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞത്. കുറച്ച് കണ്ടോ ആർട്ടിക്കിൾസും കാര്യങ്ങളൊക്കെ കുറച്ചൊന്ന് കയറി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ തെറ്റായ പ്രസ്താവന, ഹൈക്കോടതിയായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ, വിവരാവകാശ കമ്മീഷൻ്റെ, അങ്ങനെയൊക്കെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് എപ്പോഴും കണ്ടുപരിചയമില്ലാത്തൊരു തരം ചോദ്യങ്ങളായിട്ടാണ് എനിക്ക് തോന്നിയത്. കണ്ടോ അനുച്ഛേദം അടുത്തത്. അപ്പോൾ ഇതൊക്കെ അങ്ങനെ ഒരു 10th പ്രിലിംസിന് ചോദിക്കേണ്ട രീതിയിലാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് ചെറിയൊരു സംശയമുണ്ട്. പിന്നെ ഇതൊന്നും കുഴപ്പമില്ലായിരുന്നു. ഇതൊക്കെ നമുക്ക് എഴുതാൻ പറ്റുന്ന രീതിയിൽ തന്നെ ഉള്ളതായിരുന്നു. കറുത്ത മണ്ണ് കാണപ്പെടുന്നത്, അതുപോലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി, വാഗൺ ട്രാജഡി നടന്ന വർഷം, പൊന്നാനി താലൂക്കിൽ 1986 മാർച്ച് 26-ന് ജനിച്ചത് ആരാണ്, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, വൈക്കം സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ടുള്ളത്, മലബാർ ജില്ലാ രാഷ്ട്രീയ സമ്മേളനത്തിന് 1920 എത്രാമത് വേദിയായിരുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇതൊക്കെ ഈസി ആയിരുന്നു കേട്ടോ. അതൊക്കെ എല്ലാവർക്കും അറിയുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ തന്നെയായിരുന്നു. വലിയ കുഴപ്പവും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ആറ്റിങ്ങൽ കലാപത്തിൻ്റെ അത്, പിന്നെ അതുപോലെ തന്നെ സയൻസിൻ്റെ ഭാഗവും എനിക്ക് വലിയ കടുപ്പിച്ചതായിട്ട് തോന്നിയില്ല. സയൻസിൻ്റെ ഭാഗം അത്യാവശ്യം എളുപ്പം തന്നെയായിരുന്നു, വലിയ പാടുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. പിന്നെ ബാക്കി ഇതൊക്കെ സയൻസിൻ്റെയാണ്. ഇതൊന്നും അങ്ങനെ കുഴപ്പമുള്ളതല്ല. അതൊക്കെ കണ്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പഠിച്ചിട്ടുള്ള ആൾക്കാർക്ക് ഈസി ആയിട്ട് എഴുതാവുന്നതേ ഉള്ളൂ. അപ്പോൾ എനിക്കിതൊന്നും വലിയ പ്രശ്നമായിട്ട് തോന്നിയില്ല. ഇതൊക്കെ ഈസി ആയിട്ട് തന്നെ കുഴപ്പമില്ലാതെ പോയി. പിന്നെ മാത്സ് മെൻ്റൽ എബിലിറ്റിയുടെ കുറച്ചുകൂടെ കുഴപ്പമില്ലാന്ന് തോന്നി. പിന്നെ ബാക്കിയുള്ളതും കുഴപ്പമില്ല. മാത്സും വലിയ പ്രശ്നമുള്ളതായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് ഡൗട്ടല്ല, കുറച്ചൊന്ന് ഡിഫറെൻ്റ് ആക്കിയത്, നമ്മുടെ ഈ പൊന്നാനി താലൂക്കിൽ ഇതിൽ ജനിച്ച ആൾക്കാരുടെ നവോത്ഥാന നായകരുടെ സ്ഥലങ്ങൾ ചോദിച്ചിട്ടുണ്ട് 2 ക്വസ്റ്റ്യൻ. ഓക്കെ, അതങ്ങനെ വലുതായിട്ട് കണ്ടുവരുന്നതല്ല. ഉണ്ടോ അയ്യങ്കാളി ജനിച്ച ജില്ല ഏത്, അവിടെ മലബാറിൽ ജനിച്ച നവോത്ഥാന നായകൻ ഏത്, അങ്ങനെ കുറച്ചൊരു ഡിഫറെൻ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. പിന്നെ എന്നോട് കുറച്ച് പേര് ചോദിച്ചൊരു കാര്യമുണ്ട്, നമ്മൾ ഈ ഇത് പ്രിൻ്റ് എടുക്കുന്ന സമയത്തുണ്ടല്ലോ, നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ പ്രിൻ്റ് എടുക്കുന്ന സമയത്ത് ഇങ്ങനെ എടുക്കുക കേട്ടോ. അതായത് ഇങ്ങനെ നിവർത്തിയിട്ട് എടുക്കാതെ നമ്മൾ ബുക്ക്ലെറ്റ് ആയിട്ട് എടുക്കുക. അങ്ങനെ ആകുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ, അതായത് ഒരു ഫോട്ടോസ്റ്റാറ്റ് പേപ്പറിൽ നമുക്ക് 4 ഭാഗമായിട്ട് പ്രിൻ്റ് ചെയ്യാൻ പറ്റും. 4 അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പ്രീവിയസ് ഇങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പർ ബുക്ക്ലെറ്റ് ആക്കാനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെപ്പോലെ അത്യാവശ്യം വലിയ അക്ഷരങ്ങളായിരിക്കില്ല, കുറച്ച് ചെറിയ അക്ഷരങ്ങളായിരിക്കും. പക്ഷെ എന്നാലും നമുക്ക് ഈസി ആയിട്ട് വായിക്കാൻ പറ്റുന്ന രീതിയിൽ. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പൈസ കുറച്ച് ലാഭിക്കാനായിട്ട് പറ്റും. പ്രിൻ്റ് എടുക്കാനായിട്ട് നമ്മൾ പോകുന്ന സമയത്ത് 500 രൂപയ്ക്കാണ് നമ്മൾ പ്രിൻ്റ് എടുക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കൊരു ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒരു 200 രൂപയ്ക്ക് പ്രിൻ്റ് ചെയ്ത് കിട്ടും. ഓക്കെ, 4 ആക്കുക. അതായത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതായത് നമ്മളുടെ ഇത് കണ്ടോ, അതായത് ഒരു ക്വസ്റ്റ്യൻ പേപ്പറും തന്നെ ചരിച്ചിട്ട് 4 ആക്കുക. 4 ആക്കിയിട്ട് ചെയ്യുന്ന രീതിയിൽ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ ഈസി ആയിരിക്കും. ഇത് ഓൾമോസ്റ്റ് ഒരു 1 മന്തൊക്കെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് പഠിക്കാം.
ഇങ്ങനെ ചെയ്യുന്നത് തന്നെയാണ് കേട്ടോ നല്ലത്. അങ്ങനെ ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പൈസ നന്നായി ലാഭിക്കാനായിട്ട് പറ്റും. ഞാനിത് അറിയാതെ ആദ്യം പോയിട്ട് ഒരു ഫോട്ടോസ്റ്റാറ്റ് പേപ്പറിൻ്റെ 2 ഭാഗം പോയി എടുത്തിട്ട് വന്നപ്പോൾ അവിടെ എനിക്ക് 700 രൂപ എങ്ങാണ്ടോ ആയ എമൗണ്ട്, ഒരു 10-40 ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടായിരുന്നു അത് ചെയ്ത സമയത്ത്. അപ്പോൾ അവർ പറഞ്ഞു അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല, അവിടെ വർക്ക് ചെയ്യുന്നൊരു ചേച്ചിയാണ് പറഞ്ഞത് ഇതിങ്ങനെ 4 ചെയ്താൽ മതി, അങ്ങനെ ആകുമ്പോൾ എമൗണ്ട് കമ്മിയായിട്ട് വരുന്നു. അപ്പോൾ ഞാൻ അവർ പറഞ്ഞതുപോലെ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് പിന്നീട് 250 രൂപ അങ്ങനെ എങ്ങാണ്ടാണ് വന്നത്. അതാകുമ്പോൾ നമുക്കൊരു 1 മന്തോളം നമുക്ക് പഠിക്കാനായിട്ട് നമുക്ക് പറ്റും. അപ്പോൾ അതാകുമ്പോൾ ഒരു മാസം 250 രൂപ എന്ന് പറയുമ്പോൾ വലിയ കുഴപ്പമില്ലല്ലോ. അപ്പോൾ ചിലവ് ചുരുക്കിയിട്ട് എങ്ങനെ മാക്സിമം പഠിക്കുക എന്നുള്ളത് നോക്കുക. ഓക്കെ, അപ്പോൾ എക്സാം നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? ഓക്കെ, എൻ്റെ ഒരു അനുഭവമാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. ഈസിയും അല്ല ടഫും അല്ല, അങ്ങനെ ഒരു ലെവലായിരുന്നു എനിക്ക്. കിട്ടാത്തവർ വിഷമിക്കേണ്ട, അടുത്ത എക്സാമിനുള്ളത് നോക്കുക, ഒരിക്കലും ഡെസ്പായിട്ട് ഇരിക്കാതിരിക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത എക്സാമിന് വരാൻ പോകുന്നുണ്ട്, സെക്രട്ടറി അസിസ്റ്റൻറ്റും അതുപോലെ സപ്ലൈകോയിൽ പഠിക്കുക കേട്ടോ.